അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലുള്ള ബീഫ് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് വിനേഗറൊക്കെ ഒഴിച്ച് കഴുകി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ബീഫാണിത്. അത് നമുക്കിതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് സാദാ മുളക് പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റെങ്കിലും ഇത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ 2 പച്ചമുളക്, ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി ചുമന്നുള്ളി. ഇത് ഇത്രയാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, വലുതായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം, ഞാനിവിടെ അത് മറന്നുപോയി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മസാലയൊക്കെ ബീഫിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രഷർ കുക്കറിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുപ്പിൽ വെച്ചതിന് ശേഷം ആദ്യത്തെ വിസിൽ കേൾക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലും ഇട്ട് കുക്ക് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ കുക്കറിൽ ഒരു 3 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും ഇത് റെഡിയായി വരും. ഇനി നമുക്ക് ബീഫ് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി റെഡിയാക്കി എടുക്കാം. അതും പ്രഷർ കുക്കറിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്പീഡിന് തന്നെ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഒരു പ്രഷർ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉലുവയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 വലിയ സവാള നേർമയ്ക്ക് അരിഞ്ഞെടുത്തതാണിത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വലിയ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. പ്രഷർ കുക്കർ അടച്ചതിന് ശേഷം 2 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം ലിഡ് തുറക്കാം. അതുപോലെ തന്നെ ബീഫ് കറിയിലും അതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രമേ ലിഡ് തുറക്കാവൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അതിന് ഞാനിവിടെ 10 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 4 പച്ചമുളക് ഇതും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നല്ല എരിവുള്ള പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം.
ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയൊക്കെ നമ്മൾ ബീഫ് റെഡിയാക്കി എടുത്തപ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിട്ട പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. ഇപ്പോൾ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല ഒരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ചെടുത്ത് അതിലുള്ള സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് വെള്ളം ഉപയോഗിച്ചാണ് ബീഫ് വേവിച്ചെങ്കിലും ബീഫിൽ നിന്ന് കുറച്ചുകൂടി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 പിടി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറി പാകത്തിന് കുറുകി വരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഷെയർ ചെയ്യുക. താങ്ക്